അപ്പോൾ ഇതാണ് തത്വമസി നിരൂപണത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ പരമപ്രധാനം തത്വമസിയാണ്, എല്ലാവർക്കും അറിയാം. കാരണം ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഉപദേശവാക്യമായിട്ട് നിൽക്കുന്നത് ഈ തത്വമസിയാണ്. ഇത് പക്ഷേ ഇത് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അന്ധകരണ ശുദ്ധി വരുത്താൻ വേണ്ടി ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് തന്നെ കർമ്മകാണ്ഡങ്ങളാണ്. കർമ്മകാണ്ഡം, ഉപാസന കാണ്ഡം, ജ്ഞാനകാണ്ഡം. ഇത് ജ്ഞാനകാണ്ഡ ശുദ്ധിയായിട്ടിരിക്കുന്ന ഇതാണ്. അപ്പോൾ അത് പറയണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണ്. കടനീരിൽ മേഘനീരിൽ കണ്ടവാൻ ഇരണ്ടും പൊയ്യേ, കുടവാനും പെരിയവാനും കൂടി ഒൻറാം എപ്പോതും, ഇടമാന പിരമം സാക്ഷി ഇരണ്ടും എപ്പോതും ഏകം, ദൃഢമാക സ്വാനുഭൂതി ശിവോഹമെന്തിരുന്നിടായി. വായിച്ചു പറഞ്ഞത് തന്നെ ഒന്നുകൂടെ നമുക്ക് നോക്കാം. കടനീരിൽ, അതായത് കടജലത്തിലും മേഘനീരിൽ മേഘജലത്തിലും കണ്ടവാൻ ഇരണ്ടും, പ്രതിബിംബിക്കുന്ന ജലാകാശവും മേഘാകാശവും രണ്ടും പൊയ്യെ, ഉപാധികളാൽ കൽപ്പിതങ്ങളാകിയാൽ മിഥ്യയാകുന്നു. കുടവാനും പെരിയവാനും കടാകാശവും മഹാകാശവും എപ്പോഴും സർവകാലവും കൂടി ഒൻറാം, ഭേദമില്ലാതെ എങ്ങനെ ഏകമോ അങ്ങനെ ഇടമാന ബ്രഹ്മം സാക്ഷി. വ്യാപകമായ ബ്രഹ്മവും സാക്ഷിയും രണ്ടും എപ്പോഴും സർവകാലവും ഏകം, ഐക്യമുള്ളതാകുന്നു. ഇത് ധരിച്ചുകൊണ്ട് ദൃഢമാകെ സ്വാനുഭൂതി ശിവോഹമെന്തിരുന്നിടായി. ഞാനേ ശിവൻ, ഞാനേ ശിവനല്ല ശിവം എന്ന് ദൃഢമായി വയ്ക്കുക എന്ന് സാരം. ശിവോഹമെന്റെ, ശിവമാണ് ഞാൻ എന്ന് നിധിധ്യസിച്ച് സ്വാനുഭൂതി, നിധിധ്യാസന പരിഭാഗവശത്താൽ ഉണ്ടാകുന്ന അദ്വൈതാവസ്ഥാന രൂപമായ ബ്രഹ്മാനുഭൂതിയിൽ ഇരുന്നിടായിരിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് കൊണ്ടാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. അതായത് നമുക്കറിയാം, ഉപാധിയുടെ കലർപ്പ് കൊണ്ടാണ് ജീവനും ഈശ്വരനും രണ്ടായിട്ട് വ്യവഹരിക്കുന്നത്. വാസ്തവത്തിൽ ഈ ജീവൻ ഈശ്വരനും ഒന്ന് തന്നെയാണ്. പക്ഷെ അത് എങ്ങനെയാണ്? ഡയറക്റ്റ് അല്ല. ഇവർ പറയുന്നത് കുടവാനും മേഘവാനും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത് ഘടജലത്തിൽ പ്രതിബിംബിച്ച ആകാശവും മേഘജലത്തിൽ മേഘനീരിൽ പ്രതിബിംബിച്ച ആകാശവും രണ്ടും വാസ്തവത്തിൽ പൊയ്യാണ്. നമുക്കറിയാം, കടത്തിലെ ജലം വറ്റിപ്പോയാൽ ആകാശം ഇല്ലാതായിപ്പോയി. അതുപോലെ മേഘങ്ങളില്ലെങ്കിൽ അവിടുത്തെ ആ ആകാശവും ഇല്ലാതാവും. കാരണം അത് പ്രതിഫലന ആകാശമാണ്. ഇതിനാണ് പ്രതിഫലന ആകാശം. ഈ രണ്ടും കൊണ്ട് കടനീരിലെ കൊണ്ട് ജീവനെയും മേഘനീരിനെ കൊണ്ട് ഈശ്വരനെയുമാണ് ഇവിടെ വാച്യാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്നു, ഈ കടനീരും മേഘനീരും അതിൽ പ്രതിഫലിച്ച് കണ്ട ഈ ആകാശം പൊയ്യാണ്. എന്നാൽ ഈ കടജലത്തിന് അവകാശം കൊടുത്തിരിക്കുന്ന ആകാശവും മേഘജലത്തിന് അവകാശം കൊടുത്തിരിക്കുന്ന ആകാശവും സത്യമാണ്. കാരണം അത് രണ്ടും ഒന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് സർവത്ര ആ മഹാകാശമാണ് ഉള്ളത്. അതില് മേഘത്തില് ഇടം കൊടുത്തിരിക്കുന്നു. അതുപോലെ കടത്തിനകത്തിരിക്കുന്ന ജലത്തിന് അവകാശം കൊടുത്തിരിക്കുന്നു. ഈ രൂപത്തിൽ നോക്കുമ്പോൾ ഈ കടാകാശവും മഹാകാശവും ഒന്നാണ്, എപ്പോഴും ഒന്നാണ്. ഇതുപോലെ ആ ഉപാധി നീങ്ങി ആ ഈശ്വര ജീവന്മാരുടെ ലക്ഷ്യാർത്ഥപ്പൊരുളായിരിക്കുന്ന കൂടസ്ഥ ബ്രഹ്മങ്ങൾക്ക് എപ്പോഴും ഐക്യമായിരിക്കുന്നു എന്ന് തത്വമസി ബോധിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ്, ഇതാണ് ഈ അദ്വൈതം എന്നൊക്കെ പറഞ്ഞത്. കാരണം ഇവിടെ ദ്വൈതം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ അതിൽ വിവർത്തമായി കണ്ടതിന് സത്യമെന്ന് വിചാരിച്ചു. വിവർത്തമാണ് ഇതില് ആ ആകാശം, അതിൽ പ്രതിഫലിച്ച ആകാശം എന്ന് പറയുന്നത് അത് വാസ്തവമല്ലത്. ആ ആകാശം, ആ ജലത്തിന്റെ നാശത്തിൽ ആകാശത്തിന് നാശമുണ്ട്. എന്നാൽ ഒരിക്കലും നശിക്കാത്ത ആകാശം എന്ന് പറയുന്നത് ഏതാണ്? ആ ഘടജലത്തിന് അവകാശപ്പെടുത്തിയിരിക്കുന്ന ആകാശം. അതിന് നാശമില്ല. ഘടം നശിച്ചാലും ആകാശം നശിക്കുന്നില്ല. കാരണം അത് വാസ്തവത്തിൽ അത് മഹാകാശം തന്നെയാണ്. ഇതുപോലെയാണ് ഇവരുടെ ഐക്യം ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മേഘത്തിന് അവകാശം കൊടുത്തിരിക്കുന്ന ആ ആകാശവും വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്. കാരണം ഇതെല്ലാം സർവത്ര വ്യാപകമായ ആകാശം. ഇതുപോലെയാണ് ദൃഢമാന വിരമം സാക്ഷി രണ്ടും എപ്പോഴും വേഗം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ദൃഢമാകെ സ്വാനുഭൂതി ശിവോഹമെന്തിരുന്നിടായി. ഇതിനെ അറിഞ്ഞുകൊണ്ട് ഈ ദ്വൈത ഭ്രമത്തെ എല്ലാം ഉപേക്ഷിച്ച് ആ പരമാർത്ഥത്തെ ധരിച്ചുകൊണ്ട് നീ എപ്പോഴും
ശിവോഹം ഇരുന്നത് ഞാൻ ശിവൻ എന്ന് വെച്ചാൽ ആ ഒരു അനുഭൂതിയിൽ അങ്ങനെ ഇരുന്നോളാം. ഇതില് ആ ദ്വൈതം ഏർപ്പെടുമ്പോഴാണ് ദുഃഖം ഉണ്ടാവുന്നത്. ദ്വൈതം എന്ന് വെച്ചാൽ രണ്ടാമതൊന്നില്ലെങ്കിൽ ഇവിടെ പരിഭ്രമിക്കാനും ദുഃഖിക്കേണ്ട കാര്യമില്ല. വാസ്തവത്തിൽ അതാണ് പരമാർത്ഥം. ഈ പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നതിന് എന്താണ് വേണ്ടത്? അന്ധകരണ ശുദ്ധിയാണ് വേണ്ടത്. അറിയില്ല. അപ്പം ഇപ്പോൾ ഓരോ സംസ്കാരത്തിൽ ഇങ്ങനെ പഴകി വന്നിരിക്കുകയാണ്. അത് സത്യം പോലെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നു ഈ ഒരു വാസനാഗതമായ ഈ ഒരു സംസ്കാരം ഇത് നമുക്ക് ജ്ഞാനത്തെ എടുത്തിരിക്കുക. വാസ്തവത്തിൽ എല്ലാവരും ജ്ഞാനസ്വരൂപങ്ങളാണ്, ആത്മസ്വരൂപികളാണ്. പക്ഷെ അത് തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ട്? ബുദ്ധിക്ക് അതിനുള്ള ശേഷിയില്ല. ബുദ്ധിക്ക് എന്തുകൊണ്ട് ശേഷിയില്ല? അത് പഴകിയിരിക്കുന്ന ഒരു മനസ്സിന്റെ ഒരു സംസ്കാര വിശേഷത്തിന് അനുഗുണമായി അത് നിൽക്കുകയാണ്. അതുകൊണ്ട് അത് ധരിക്കുന്ന ഇങ്ങനെ പെയ്താൽ അങ്ങനെ, അതാണ് സത്യം, അതാണ് ശരി, ഇത് ശരിയല്ല, ഇത് തെറ്റ്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ വിരുദ്ധമായി പഠിച്ച് പഴകി വെച്ചിരിക്കുകയാണ്. ഇതിനെയാണ് മാറ്റാൻ പറഞ്ഞത്. ഇതിന് മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എളുപ്പമല്ല. അതുകൊണ്ട് അവർ പറഞ്ഞു ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട. ഇത് ഈ മായ കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് നമ്മൾ ബേജാറാവണം. നമ്മൾ മനസ്സിനായിട്ട് ചലിപ്പിക്കേണ്ട. ദൃഢമായി സ്വാനുഭൂതിയിൽ ആ അനുഭൂതിയിൽ അങ്ങനെ എപ്പോഴും ഇരുന്ന് പഴകുന്ന ഒരു സ്വഭാവം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊന്നും പറഞ്ഞു വരുന്ന ഈ അവൻ വൃത്തി ഇതം വൃത്തി എന്നൊക്കെ പറയും. അതിലാണല്ലോ നമ്മളിപ്പം ഭ്രമിച്ചിട്ട് സത്യം പോലെ വിചാരിച്ച് ദുഃഖിക്കുന്നത്. ഇത് ദുഃഖിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. കാരണം എന്താണ്? അതെല്ലാം കേവലം ഇതിൽ തോന്നുകയും മറയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനൊന്നും സ്ഥായിയായ ഒരു നിലനിൽപ്പില്ല. ഇതിനെയാണ് വേദം നമ്മളെ ധരിപ്പിക്കുന്നത്. സ്ഥായിയായിട്ട് നിലനിൽപ്പില്ലാത്ത ഒന്നിനെയും സത്യമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ വ്യാവഹാരിക ദശയിൽ ആ വ്യാവഹാരിക മണ്ഡലത്തിൽ അതൊരു സത്ത, ആ വ്യാവഹാരിക സത്ത ആയിട്ട് അതിനെ അംഗീകരിച്ചിട്ടുണ്ട് വേദം. അതുപോലെ പ്രാതിഭാസിക സത്ത, ഇത് രണ്ടും വാസ്തവത്തിൽ ആ പാരമാർത്ഥിക സത്തയിൽ നിന്ന് വ്യതിരിക്തമായ വിധികളാണ്. വാസ്തവത്തിൽ ആ പാരമാർത്ഥിക സത്തയാണ് അതിൽ സത്യം. അതാണ് സർവത്ര പരിപൂർണ്ണ വ്യാപകമായി ഇരിക്കുന്നത്. അതാണ് ബ്രഹ്മം. ഈ ബ്രഹ്മമാണ് വാസ്തവത്തിൽ നീ അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെ പറയുന്നത്. ഇതിനെ ധരിക്കാനായിട്ട് നമുക്കിപ്പോൾ തടസ്സം എന്താണ്? നമ്മൾ ഈ ലോക കാര്യങ്ങൾ, ഈ മായാ കാര്യങ്ങളിൽ ഭ്രമിച്ചിരിക്കുന്നത്. ഈ ഭ്രമത്തെ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് സന്യാസമൊക്കെ ഇതിൽ വരേണ്ടത്. കാരണം ഇതെല്ലാം എത്രയോ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ പഴകി ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആ കളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജീവനെ. അറിവില്ലായ്മ കൊണ്ടാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഈ ഒരു ധാരണ ഇതിൽ ലഭിച്ചാൽ അവർ പറയുന്നു, ഇതിൽ എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് സ്വരൂപ സാക്ഷാത്കാരം ഇതിൽ കൊണ്ടുവരണം. താൻ ഈ ദേഹമോ ഇന്ദ്രിയമോ മനസ്സോ ബുദ്ധിയോ ഒന്നും അല്ല, ആത്മസ്വരൂപമാണ് എന്ന് ഗുരു ഉപദേശിച്ചതിനെ പിൻപറ്റിക്കൊണ്ട് എല്ലാത്തിനോടും ആ ബ്രഹ്മമാണെന്ന് കണ്ട് അതിനോടൊക്കെയുള്ള ഇരുന്ന ആ വ്യവഹാരത്തെ ഉപേക്ഷിച്ച് ഇങ്ങനെ എപ്പോഴും എൻ്റെ ശോഭമെന്ന് അതിലിരിക്കുക. എന്ന് വെച്ചാൽ കർമ്മം ചെയ്യരുതെന്നുള്ള അർത്ഥം ഇതിലില്ല. കർമ്മം ചെയ്യാം, പക്ഷെ എപ്പോഴും തന്നെ കണ്ണ്. ഒരു പറയും ഡാൻസ് കുംഭമേള നടക്കുമ്പോഴേ ഒരാളുടെ തലയിൽ വെച്ചിട്ട് അവർ ആടുകയും പാടുകയൊക്കെ ചെയ്യും. പക്ഷെ അവരുടെ ശ്രദ്ധ എപ്പോഴും ആ കുംഭത്തിലായിരിക്കും, തലയിലിരിക്കുന്ന കുംഭത്തിലായിരിക്കും. അതുപോലെ ഇവർ പറയുന്നു കച്ചവടക്കാരൻ്റെ നോട്ടം എവിടെയായിരിക്കും? യഥാർത്ഥത്തിൽ ഇടത്തെ ത്രാസിൽ വെയിറ്റാണ് വെച്ചിരിക്കുന്നത്, കിലോ. വലത്തെ ത്രാസിൽ ഈ പറഞ്ഞ ധാന്യങ്ങളോ മറ്റു കാര്യങ്ങളോ വെക്കുകയാണ്. പക്ഷെ അയാളുടെ ശ്രദ്ധ എവിടെയായിരിക്കും? ഇപ്പോഴും ആ ത്രാസുമനയിലായിരിക്കും. ഇതുപോലെ ഇപ്പോഴും ആ ത്രാസുമനയിൽ തന്നെ ആ ശ്രദ്ധയോടുകൂടി ഇതിൽ കർമ്മം ചെയ്യാം. കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ മറന്നിട്ടൊരു കർമ്മമല്ല. താൻ ആത്മസ്വരൂപം എന്നുള്ള നില ഈ പറഞ്ഞ അനുഭൂതിക്ക് ഭംഗമില്ലാതെ നിന്ന് ഇതിൽ വ്യവഹരിക്കുന്നതുകൊണ്ടും ദോഷമൊന്നുമില്ല. ഇങ്ങനെയാണ് അവർ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ചിതാഭാസനാണ്. ചിതാഭാസനത്തിൽ എന്താണ് വിഗ്രഹം? ഇത് ഈ ഉപാധിയിൽ പ്രതിഫലിച്ച ചൈതന്യം, അതാണ് ജീവനായിട്ട് പറഞ്ഞത്. അതുപോലെ ഈശ്വരൻ എന്ന് പറയുന്നതും
അത് ഈ പറഞ്ഞ സർവജ്ഞത്വാദി ഉപാധി പ്രതിഫലിച്ച ചൈതന്യം. അതാണ് ഈശ്വരനായിട്ടും പറഞ്ഞത്. ഇവര് ഡയറക്റ്റായിട്ട് ഐക്യം ഇതിലില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, വിട്ട ലക്ഷണം കൊണ്ട് ജീവോപാധികളെ നേടി ചെയ്ത് അതിൻ്റെ അവധിയിൽ തെളിഞ്ഞ ആ കൂടസ്ഥനും, അതുപോലെ വിടാത്ത ലക്ഷണം കൊണ്ട് ഈശ്വരോപാധികളെ നേടി ചെയ്ത് അതിന് അവധിയിൽ തെളിഞ്ഞ ബ്രഹ്മവും ഇവർ തങ്ങളിൽ സമാനാധികരണ സംബന്ധം എന്നിട്ട് ഐക്യം. ഇവർ രണ്ടും ഒന്നാണ്. വാസ്തവത്തിൽ ഇത് ഒന്നാണെന്ന് വെച്ചാൽ ഇത് രണ്ടല്ല എന്നർത്ഥം. ഇത് രണ്ടല്ല, ഇത് ഒന്നാണെന്ന് അറിയുന്നതിനെയാണ് തത്വമസി ബോധിപ്പിക്കുന്നത്. നമുക്കിപ്പോൾ ഈശ്വരൻ വേറെ അല്ലേ, ഞാൻ വേറെ, ഈശ്വരൻ വേറെ. ആ രൂപത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുക, അത് ഒരു ദ്വൈതമാണ്. ആ ദ്വൈത രൂപമായിപ്പോയി. ഇതാണ് നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും കാരണം. വാസ്തവത്തിൽ ഈ ആത്മാ അത് തന്നെയാണ് ഈശ്വരനെ നമ്മൾ പറയുമ്പോൾ എന്താണ് ആ ഗുണങ്ങളെ, കല്യാണ ഗുണങ്ങളെ മാത്രമല്ല, ഇതിനകത്ത് ഇരിക്കുന്ന ആ ശുദ്ധ ചൈതന്യത്തെയാണ് നാം എന്ന് പറഞ്ഞത്. അതാണ് അവാത്മന സഹോദരമായിരിക്കുന്ന ആത്മാ, ബ്രഹ്മം, ഇതൊക്കെ വേദം ഇങ്ങനെ പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന എന്താണെന്ന് ചോദിച്ചാൽ, മനസ്സ് ശുദ്ധമാകാതെ ഈ വേദത്തിന് ഗ്രഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദ്യം അവര് മനസ്സിന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം പറയും. മറ്റത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഉള്ളതല്ല, എല്ലാവരുടെയും സ്വാനുഭവമായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ അതിനവർ പറയുന്ന ഉദാഹരണം ഇതാണ്. കയറിൽ പാമ്പെന്നുള്ള അധ്യാസം തോന്നി ഈ പാമ്പ് കയറിനെ മറച്ചുകൊണ്ട് എത്രയോ കാലമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഒരു ടോർച്ച് കൊണ്ട് അതിനെ അടിച്ചു നോക്കിയാൽ അവർ പറയുന്നു ആ പാമ്പ് അതിലില്ല, കയറ് ആ പാമ്പ് അതിൽ നിന്നും അപ്രത്യക്ഷമായി. ഈ പാമ്പ് യഥാർത്ഥത്തിൽ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചാൽ എന്ത് പറയും? പാമ്പെന്നുള്ളത് ഇല്ലവേ ഇല്ലായിരുന്നു. പക്ഷെ അതിൽ വെറുതെ ഒരു ഭ്രമം കൊണ്ട് ഒരു തോറ്റമായിട്ട് അത് ഇരുന്നതാണ്. അവൻ ടോർച്ച് കൊണ്ട് നോക്കിയ നിമിഷം തന്നെ ആ പാമ്പ് ഇല്ലാതായി, കേവല കയറ് മാത്രം അവിടെ പ്രകാശിക്കുന്നത് പോലെ ഈ ആത്മാവിൽ, ഈ അറിവിൽ തോന്നിയിരിക്കുന്ന ഈ ഭൂതഭൗതിക പ്രപഞ്ചം അത് പൂർണ്ണമായും ഇല്ലാതാവുന്നില്ല. പക്ഷെ ഇത് സംബന്ധിച്ചുണ്ടായിരുന്ന ആ വ്യവഹാരം പൂർണ്ണമായി ഇല്ലാതായി പോകും. ഇതാണ് മഹത്തുക്കൾ, ആ ജ്ഞാനോ ഉദയം വന്നു കഴിഞ്ഞാലുള്ള മഹത്തുക്കളുടെ സ്ഥിതി. ജ്ഞാനം എന്ത് ചെയ്യും? ഇതിനകത്തിരുന്ന ആ ആരോപത്തെ ഇത് കംപ്ലീറ്റ് ഇല്ലാതാക്കിയിട്ട്. ആരോപം എന്ന് വെച്ചാൽ എന്താണ്? മനസ്സിലാക്കിയെങ്കിൽ പറയുക. ഇതിൽ തോന്നിയ ഒരു കാര്യമാണ്. ഏതിന് തോന്നിയെന്ന് ചോദിച്ചാൽ ഈ അറിവിൽ തോന്നിയിരിക്കുകയാണ്. ഈ ബോധത്തിലാണ് ഇതെല്ലാം തോന്നിയിരിക്കുന്നത്. തോന്നിയിരിക്കുന്നതിൽ മാത്രം ശ്രദ്ധയോടുകൂടി എല്ലാവരും നിൽക്കുകയാണ്. വാസ്തവത്തിൽ ഇത് തോന്നിയത് ആർക്കാണ്, തോന്നിയത് എവിടെയാണ് എന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കാൻ ആരെങ്കിലും തുനിയാണെങ്കിൽ വിചാരിച്ചോണം അവർക്ക് നിമിഷം വളരെ താമസം പിന്നെ അവർക്ക് അതിന്റെ യഥാർത്ഥ ജ്ഞാനം ഇതിൽ പ്രകാശിക്കും. ഇങ്ങനെയാണ്. അതിന് വേദം നമുക്കൊരു സഹായം എന്ന് മാത്രമേ ഉള്ളൂ. തന്റെ സ്വാനുഭവത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കാതെ ഇരിക്കുന്നതിന്റെ കാര്യങ്ങളെയാണ് അവർ പറയണത്. ഇവിടെ നമുക്ക് പറഞ്ഞു തന്നു ആ കൂടസ്ഥാനുഭവം, ആ അഖണ്ഡാകാര വൃത്തിയെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ നേരത്തെ പഴകിയ സാക്ഷി വൃത്തിയെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. സാക്ഷി വൃത്തി പഴകാൻ പറഞ്ഞു. എന്തിനാണ്? ഈ അഖണ്ഡാകാര വൃത്തി ഉണ്ടാവും. പക്ഷെ അഖണ്ഡാകാര വൃത്തി ഉണ്ടായി കൂടത്തിനെ മറിച്ചിരുന്ന ആവരണത്തിനെ മാറ്റി കൂടത്തിനെ അറിയിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ അഖണ്ഡാകാര വൃത്തി നമ്മൾ സൂക്ഷിക്കേണ്ട, അതിനെ വിട്ടുകളയുക. കാരണം എന്താണ്? ഇതെല്ലാം വൃത്തികളാണ്. ഇത് മനസ്സിന്റെ ഡിവൈൻ ആയിട്ടുള്ള വൃത്തിയാണ് അഖണ്ഡാകാര വൃത്തി എന്ന് നമ്മൾ പറയുന്നത്. അതിനെപ്പറ്റി വേണമെങ്കിൽ കുറച്ച് പറയാം. മനസ്സിന് പ്രബലമായ 3 വൃത്തികളുണ്ട്. അതിൽ ഒരു വൃത്തി ആണ് വിഷയാകാര വൃത്തി. രണ്ടാമത്തെ വൃത്തി ഡിവൈനാണ്, അത് അഖണ്ഡാകാര വൃത്തി. മൂന്നാമത്തത് ഡിവൈനാണ്, അതാണ് വിവേകവൃത്തി. അങ്ങനെ വിഷയാകാര വൃത്തി, അഖണ്ഡാകാര വൃത്തി, വിവേകവൃത്തി, ഇങ്ങനെ 3 വൃത്തികൾ മനസ്സിനുണ്ട്. ഇതിൽ സർവ്വസാധാരണമായി എല്ലാവർക്കും പൊതുവെ ഇരിക്കുന്നത് വിഷയാകാര വൃത്തിയാണ്. ഈ വിഷയാകാര വൃത്തി എന്താണെന്ന് ചോദിച്ചാൽ
വാസ്തവത്തിൽ ഈ ലോകം നമുക്ക് അറിയപ്പെടാതെ ഒരാവരണത്തിലിരിക്കുകയാണ്. ഈ വിഷയാകാര വൃത്തി എങ്ങനെയാണ് ഇത് പ്രകാശിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ മഹത്തുക്കൾ പറയുന്നു, നമുക്കിത് അറിയണമെന്നൊരു താല്പര്യം ഉണ്ടായി വരുമ്പോൾ അറിയേണ്ട വസ്തുവിനെ കണ്ണുകൊണ്ടാണ് അറിയേണ്ടതെങ്കിൽ ഈ വിഷയാകാര വൃത്തി കണ്ണിലൂടെ വന്ന് ആ വിഷയത്തിൽ പ്രവേശിച്ച് അതിന്റെ ആവരണത്തെ മാറ്റുന്നു. അതിനു മുമ്പ് എങ്ങനെ ഇരുന്നു? ഒരാവരണത്തിലെല്ലാം മറയപ്പെട്ടിരുന്നു. ആവരണം എന്ന് വെച്ചാൽ അറിയാനൊക്കാതെ ഇരുന്നു. ഈ അറിയാനൊക്കാതെ ഇരുന്നതിൽ ആ വിഷയാകാര വൃത്തിജ്ഞാനം ചെയ്യണത് അത് ഇന്ദ്രിയത്തിലൂടെ ആ മനസ്സിലിരുന്ന വൃത്തിയാണ്. അത് ചിതാഭാസനോട് ചേർന്നിരിക്കുന്ന ഒരു വൃത്തിയാണത്. ഇത് അറിയണമെന്നുള്ള ഇച്ഛാസഹിതമായിട്ട് വരുമ്പോൾ ഇപ്പം പ്രസന്റ് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ പ്രസന്റ് അറിയണം. ഇതൊക്കെ നിമിഷം കൊണ്ട്, വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ടൊക്കെ അത് നടക്കുന്ന കാര്യങ്ങളാണ്. എടുത്തു പറയുമ്പോൾ ഇങ്ങനെ അങ്ങ് ദൂരമായി പോണതാണ്. അറിയണമെന്ന് ഇച്ഛ വരുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയ ഉടനെ എന്താണ് ഒരു മനോവൃത്തി, പിന്നെ ഈ പറയുന്ന വിഷയാകാര വൃത്തി ഞാനും വന്ന് പ്രസന്നനെ നേരത്തെ അറിയാതെ നിർത്തിയിരുന്നില്ല. അതിൻ്റെ ഒരു ആവരണമാണ്. അതിനെ മാറ്റിയിട്ട് ഒരു പ്രസന്നൻ എന്ന് അറിയിക്കും. പ്രസന്നല്ല അറിയിക്കുന്നത് ആ അളവിലുള്ള ചൈതന്യത്തെ അത് പ്രകാശിപ്പിക്കുക. ആ പ്രസന്നന്റെ അളവിൽ ഇരുന്ന ആ ചൈതന്യത്തിനെ പ്രകാശിപ്പിക്കും. ഇങ്ങനെയാണ് അറിയുന്നത്. അതിൽ പിന്നെ ഈ നാമരൂപങ്ങളെ മാത്രം നോക്കിക്കൊണ്ട് പ്രസന്നാണെന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ ആത്മസ്വരൂപമാണ്. യഥാർത്ഥത്തിൽ ആത്മസ്വരൂപികളാണ്. സർവത്ര ആത്മമയമായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ മരങ്ങളായിട്ടും എന്തായിട്ടിരിക്കുന്നതും ആത്മസ്വരൂപമാണ്. സർവത്ര സ്വരൂപമേ ഉള്ളൂ. ഇതിന്റെ നാമരൂപങ്ങളെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഐഡന്റിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്താണ് അത് വേറെ എന്നുള്ളത് ഒരു ഐഡന്റിറ്റിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതല്ലെങ്കിൽ ഈ ശ്രീകുമാരൻ ഞാനും രണ്ടല്ല, ഒന്നാണ്. ഈ വിക്രമനും ഞാനും രണ്ടല്ല. അത് ഈ കേവലം നാമരൂപങ്ങളെ നോക്കുന്നത് കൊണ്ട് അതാണ് പറഞ്ഞത്. ഇതിലെ അജ്ഞാന ദൃഷ്ടിയാണ് നാമരൂപങ്ങൾ. ജ്ഞാനദൃഷ്ടി അതിന്റെ ആത്മസ്വരൂപമാണ്. ഒരു ജ്ഞാനി ഒരാളിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നു എല്ലാം ആത്മസ്വരൂപങ്ങളത് എന്ത് ജ്യോതിർജ്യോതി സ്വയം ജ്യോതി ആത്മജ്യോതി ശിവസ്മിയം. ജ്യോതികളാണ്, ഓരോ ജ്യോതിർലിംഗങ്ങളാണ് സർവത്ര. ഇതാണ് ലോകത്ത് ജ്ഞാനികളുടെ ദൃഷ്ടി. അത് അവരുടെ അതാണ് യഥാർത്ഥം. അത് കണ്ടിട്ടാണ് അവർ പറഞ്ഞത് എല്ലാം ആത്മസ്വരൂപികൾ. പക്ഷെ ഇത് തിരിച്ചറിയാതെ വലിയ ബഹുഭൂരിപക്ഷം പിന്നെ ജീവജാലങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് കണ്ടുപിടിച്ചിട്ട് വേദമാതാവ് ഇതിന്റെ സീക്രറ്റിനെ വെളിവാക്കിയിരിക്കുക. ഇതിനകത്ത് ഗോപ്യമായിരുന്ന ഒരു സംഭവമുണ്ട്. കാരണം അതാണ് വെളിവാക്കേണ്ടത്. ആ വെളിവാക്കുന്നതിനെയാണ് നമ്മളിപ്പോൾ ശാസ്ത്രമായിട്ട് വായിക്കും. മനസ്സിലായിക്കൊള്ളുക. ഇതാണ് യഥാർത്ഥത്തിൽ. ഞാനിപ്പോ നിങ്ങളെ വേറെ ആളായിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ വേറെ ആയിട്ടല്ല. നിങ്ങളുടെ തൊലിപ്പുറം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഇതിനകത്തുള്ള അതിന്റെ അന്തർലീനമായിരിക്കുന്ന ആ ഒരു ചൈതന്യ വിശേഷത്തെ നോക്കാത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോ എല്ലാം ഞാൻ തന്നെ. അർജുനോട് പറഞ്ഞിരിക്കും, അർജുന നീയായിരിക്കുന്നതും ഭീഷ്മരായിരുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. ഈ ഞാൻ തന്നെയാണ് എല്ലാമായിട്ട് നിൽക്കുന്നത്. ഇതൊരു ലീലയാണ്. എൻ്റെ ഞാൻ ലീലയായിട്ട് എനിക്കിതിൽ ഒരു ദുഃഖവും ഉണ്ടാവുന്നില്ല. ഇത് ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു വിനോദമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുന്നു. നീയോ? അർജുനോട് ചോദിച്ചു. ഇതെല്ലാം യാഥാർത്ഥ്യമായിട്ട് അത് വേറെ ഇത് വേറെ, അത് അങ്ങനെ ചെയ്താൽ കുറ്റമല്ല, ഇങ്ങനെ ചെയ്താൽ കുറ്റമില്ല എന്നൊക്കെ വിചാരിച്ച് നീ വെറുതെ മനസ്സിനെ ഇളക്കി. നീ നിന്റെ സ്വരൂപ വിസ്മൃതിയിലാണ്. നീ ഇപ്പോൾ നിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ നീ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇതില് ഇങ്ങനെ ഒരു മൗഢ്യം ഏർപ്പെട്ടത്. ഇതൊരു മൂഢതയാണ്. ഇതിനാണ് മൂഢത എന്ന് പറയുന്നത്. ഈ ലോകത്തെ വേറെ ആയിട്ട് കാണുന്നെങ്കിൽ വിചാരിച്ചോളൂ അതൊരു വലിയ മൂഢതയാണ്. ശങ്കരോപാദർ പാടി ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ. മൂഢമത എന്ന് പറയാൻ കാര്യം വേറൊന്നുമില്ല. എല്ലാവരെയുമാണ് ഇത് ആ വാസ്തവത്തിൽ ഇതിൽ സർവത്ര ഗോവിന്ദമയമായിട്ടിരിക്കും. ഗോവിന്ദമായിട്ടിരിക്കും. ഇത് ഗോവിന്ദ ജ്ഞാനത്തിനെയാണ് പറഞ്ഞത്. സർവത്ര ജ്ഞാനസ്വരൂപമായിട്ടിരിക്കുന്നു. പക്ഷെ അതില്
ഈ ഔട്ടർ സ്കെച്ചിനെ നോക്കി കേവലം അതിന്റെ പുറം ചട്ടയെ നോക്കിയിട്ട് അതിൽ മാത്രമായിട്ട് സത്യബുദ്ധിയോടുകൂടി നിന്ന് ദ്വൈതത്തെ ഉണ്ടാക്കി വ്യവഹരിക്കുക. രണ്ടുതരം വ്യവഹാരം. രണ്ടെന്ന് പറഞ്ഞാൽ അത് വേറെ ഞാൻ വേറെ എന്ന് വന്നാലേ അവിടെ അടിയോ പിടിയോ സ്നേഹമോ വിരോധമോ ഒക്കെ ഉണ്ടാവില്ലേ? ഞാൻ തന്നെയാണെന്ന് കണ്ട എന്ത് വിരോധം, എന്ത് സ്നേഹം, ഒന്നിനും പ്രസക്തിയില്ല. അതാണ് മനസ്സെന്ന് പറയുന്ന ആ വൃത്തികൾ ഒഴിയുന്ന ഒരു സ്വഭാവത്തെയാണ് പറഞ്ഞത് അദ്വൈതം. അദ്വൈത ദർശനം ആണ്. ദ്വൈതമാണ്, സർവത്ര അദ്വൈതമായിട്ടിരിക്കുന്നു. ഇതിനെ അറിയണമെങ്കിൽ ഈ ജ്ഞാനം ഉണ്ടാവണം. ജ്ഞാനം ഉണ്ടാവേണ്ടത് തന്റെ ആത്മസ്വരൂപമായിട്ടിരിക്കുന്നു. പക്ഷെ അത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇതിന് ഈ ലോകകാര്യങ്ങളാകുന്ന ആരോപം ഏർപ്പെട്ട് അത് മറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഒഴിക്കാൻ പറഞ്ഞു. അതിനാണ് ഉപാധികളെ നേടിയാൻ പറഞ്ഞു. ഇതിനെ ഈ കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കേവലം വിഷയകാര്യങ്ങളാണ്, വാസ്തവമല്ലത്. അതിനെ ഒന്നുകൂടെ തെറ്റിപ്പിക്കാനാണ് ഈ ജാഗ്രത സ്വപ്ന സൃഷ്ടിക്കുന്ന 3 അവസ്ഥയെയും ഈശ്വരൻ നമുക്ക് കാണിച്ചു തന്നതെന്നാണ് പറയുന്നത്. ജാഗ്രതത്തിലുള്ള ഈ വീടും ഈ ബാങ്ക് ബാലൻസും സ്വപ്നത്തിൽ ഒരാൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നുന്നില്ല. രമണ ഭഗവാൻ ഒരു കഥ ഇതിന് പറഞ്ഞു. ഒരിക്കൽ 2 കച്ചവടക്കാർ ഒരു പഴയ ആൾക്കാരാണ്. അവരിങ്ങനെ ട്രങ്കില് സാധനങ്ങൾ വിൽക്കാനുള്ള സാധനവും പണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ദേശാന്തരം പോകും. രാത്രി കാലങ്ങളിൽ സത്രങ്ങളുണ്ട്, അവിടെ അവര് രാത്രി കഴിച്ചു. അങ്ങനെ ഒരിക്കൽ കച്ചവടക്കാർ 2 പേര് ചങ്ങാതിമാരാണ്. അവർ ഒരു സത്രത്തിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പൊ ചങ്ങാതി, നീ എങ്ങനെയുണ്ട്, കച്ചവടം കൊള്ളാമെന്നൊക്കെ ചോദിച്ചതിനും അകുശല പ്രശ്നമൊക്കെ ചെയ്തിട്ട് രാത്രിയല്ല കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഉറങ്ങി കുറെ കഴിഞ്ഞപ്പോൾ ഒരാൾ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടത് വേറെ ഒന്നുമല്ല, തന്റെ തലയ്ക്കുമാട്ട് വെച്ചാണ്, തെങ്ങ് വെച്ചാണ് കിടന്ന് ഉറങ്ങുന്നത്. അയാൾ വിളിച്ചു പറഞ്ഞു, എന്റെ പണപ്പെട്ടി എടുത്തോണ്ട് ഓടുന്നേ, പിടിച്ചോ എന്ന് പറഞ്ഞ് ഒരാൾ കിടന്ന് വിളിക്കുക രാത്രി. പറ്റ വിധം ഉറങ്ങിയില്ല, ആൾക്ക് ഉറക്കം വന്നില്ല. അങ്ങനെ അയാൾ ഈ കണക്കൊക്കെ കൂട്ടി അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോഴാണ് ഈ ചങ്ങാതിയുടെ വിളി കേൾക്കുന്നത്. അപ്പൊ സ്വാമി ചോദിക്കുന്ന, മറ്റേ ആള് ഇപ്പൊ ഈ ട്രങ്ക് എടുത്ത് ഓടിയവന്റെ പുറകെ ഓടണോ? അതിന്റെ ആവശ്യമുണ്ടോ? പിന്നെ എങ്ങനെ ശരിയാക്കാന്ന് ചോദിച്ചു. അങ്ങനെ ഒന്ന് ഉണർത്തിയാൽ മതി ഇതുപോലെ. അപ്പൊ ഉണർത്തിയാൽ മതി. വാസ്തവത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. വാസ്തവത്തിൽ ഒന്നും സംഭവിക്കാതെ തന്നെ ആ ഡ്രങ്ക് ആരോ എടുത്തിട്ട് ഓടുന്നതായിട്ട് അയാൾ സ്വപ്നത്തിൽ കൂടെ കണ്ടു. അയാൾ നിലവിളിക്കുകയാണ്, അയ്യോ എന്റെ പെട്ടി പോയേ, എന്നെ രക്ഷിക്കണേ, ആരെങ്കിലും എന്റെ പെട്ടിക്ക് വാങ്ങിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുമ്പോ ഈ ഉറങ്ങാതിരിക്കുന്നവർ ഇറങ്ങി ഓടണമെന്ന് അവരറിഞ്ഞൂടെ? ഒന്നും സംഭവിച്ചില്ല. അപ്പം മറ്റേ ചങ്ങാതിയെ ഒന്ന് തട്ടി ഉണർത്തിയാൽ മതി എന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് ഇറങ്ങി ഓടിയില്ല, തട്ടി ഉണർത്തി. ചങ്ങാതി ഉണരൂ. ഉണർത്തിയുണ്ടതിന് അയാൾക്ക് ബോധ്യപ്പെട്ടു, ഒന്നും സംഭവിച്ചില്ല, വെറുതെ ഒരു തോന്നലായിരുന്നു. ഇതുപോലെയാണ് വേദവും ചെയ്യണത്. വാസ്തവത്തിലൊന്നും സംഭവിക്കാതെ തന്നെ എന്തൊക്കെയോ സംഭവിച്ചെന്നുള്ള രൂപത്തിൽ എല്ലാവരും ദുഃഖികളായിട്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. മറ്റേ ആളുടെ മൂപ്പരെ തട്ടി ഉണർത്തിയ പോലെ വേദവും നമ്മളെ തട്ടി ഉണർത്തുക. ഇതിനാണ് ജ്ഞാനം. ഉണരുന്നതിനെയാണ് ജ്ഞാനം. അതായത് സാക്ഷാത്കാരം എന്ന് പറഞ്ഞ ഒരു ഉണർവിനെയാണ് ആത്മസാക്ഷാത്കാരം ഉള്ളത്. വാസ്തവത്തിൽ അത് പുതുമയായിട്ട് നമുക്ക് തോന്നിയാലും മഹത്തിന് പറയണോ അതൊരു പുതുമയല്ല, ഇത് ഇങ്ങനെയാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ട്? അവർ ഈ പറയുന്ന ദ്വൈത വൃത്തിയെ ഉണ്ടാക്കി എപ്പോഴും മനസ്സിനെ കലുഷിതമാക്കി നിൽക്കുന്നത് കൊണ്ട് മനസ്സെപ്പോഴും ഈ പറഞ്ഞ രജോഗുണ തമോ ഗുണങ്ങളിൽ കിടന്ന് കളിക്കുക. രജോഗുണം എന്ന് വെച്ചാൽ പ്രവൃത്തി, തമോ ഗുണം എന്ന് വെച്ചാൽ ഉറക്കം. ഈ രണ്ടിലും പ്രവൃത്തി ഉറക്കം. ഇതിനിടയ്ക്ക് ഒരു വൃത്തിയും കൂടെ ഉണ്ട്, സത്വവൃത്തി, സത്വഗുണം. അത് വിചാരമാണ്, അത് ചിന്തയാണ്, അല്ലെങ്കിൽ വേദപഠനങ്ങളാണ്, അല്ലെങ്കിൽ മഹത്തുക്കളുമായിട്ടുള്ള സംസർഗമാണ്. ഇതൊക്കെയാണ്. അത് പോയി. അതാർക്കെങ്കിലും ഉണ്ടാവും. അവർ പറയുന്നു യഥാർത്ഥത്തിൽ ആ സത്വഗുണത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. ആദ്യം ആ മനസ്സ് ഇതിന് ഈ പറഞ്ഞ നല്ല വിചാരം ഉണ്ടായി ഇതിനെ ആരാഞ്ഞറിഞ്ഞോളൂ. പക്ഷെ ആ മനസ്സാണ് നമുക്ക് ഇല്ലാതെ പോയത്. നമുക്കിപ്പോ എല്ലാവർക്കും ഉണ്ട് വ്യവഹരിക്കുക, ഉറങ്ങുക. വ്യവഹരിക്കുന്ന എന്തിനാണ്? പ്രസംഗം.
ഉണ്ണാനുള്ള വകയുണ്ടാക്കുക, ഉണ്ണാനുള്ള വകയുണ്ടാക്കുക, അതാ വ്യവഹാരം. ആ വ്യവഹാരം കഴിഞ്ഞ് ഉറങ്ങുക, പിന്നെ ഉണരുക, പിന്നെ ഇത് തന്നെ ചെയ്യുക. ഇങ്ങനെ മാത്രമായിട്ട് ജീവിക്കുക. ഇതിനെയാണ് അവിദ്യാവൃത്തിയിൽ എല്ലാവരും വശരായിട്ട് കഴിയുന്നു എന്ന് പറയുന്നത്. വിദ്യാവൃത്തി ആർക്കുമില്ല. വേദം നമുക്ക് ആ വിദ്യാവൃത്തിയെ ഉണർത്തുകയാണ്. വാസ്തവത്തിൽ നീ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. വാസ്തവത്തിൽ ഇത് എന്താണ്? നീ എന്താണ് ഇങ്ങനെ മൂഢമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്? മുമ്പേ ഗമിക്കും ബഹു ഗോവുതന്റെ പിമ്പേ ഗമിക്കും ബഹു ഗോക്കളല്ല എന്ന് പറയുന്ന പോലെ ഒരാൾ ചെയ്ത ആളിനെ അനുകരിച്ച് വേറൊരാൾ ചെയ്യും. ഇതിനകത്ത് എന്താണ് കാര്യമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അവർ പറയുന്നു, വിചാരപൂർവകമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വര അർച്ചനകളാണ്. മനസ്സിലായി? ഇവിടെ ഗുരുദേവനേല ഒരു പദ്യം പറഞ്ഞിട്ടുണ്ട്. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജന് മറ്റൊരു വേല ചെയ്തിട. വനമലർ കൊയ്യിലും അല്ലയെങ്കിൽ മായാമനവൊരു വിട്ടു വിരിക്കിൽ മായ മാറും. ഈ മായ മാറ്റാനുള്ള 2 വഴികളാണ്. ഒന്ന് വന്നിട്ട് മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും. കാരണം ഇത് മഹേശ്വരനെ പൂജിക്കുന്നതിലേക്ക് ഈ മനമലർ, ഈ മനോവൃത്തികളെ ഉപയോഗിക്കണം. എല്ലാം ആ ഭഗവത് പാതാരവിദ്യകളെ അർപ്പണ മനോഭാവത്തോടുകൂടി ചെയ്ത് അങ്ങനെ പോകാം. അതല്ലെങ്കിൽ ഈ വനമലർ, അതാണ് നമ്മളിപ്പം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നൂടിക്കൊണ്ട് വരുന്ന പൂക്കൾ, അപ്പൊ ഇത് എടുത്ത് അല്ലെങ്കിൽ മനവുരു വിട്ടു, അതാണ് മന്ത്രങ്ങൾ ജപിച്ചു ഇരിക്കുകയാണെങ്കിലും മായ മാറുമെന്നാണ്. ഇപ്പൊ 2 രൂപത്തിൽ ഈ മായയെ നീക്കാനുള്ള ഉപായമാണ് ഗുരുദേവൻ പാടി വെച്ചത്. കാരണം ഇതാണ് ഇതിൽ കാണപ്പെടുകയും കേൾക്കപ്പെടുകയുള്ള കാര്യങ്ങളെല്ലാം അവർ പറയുന്നു ഇതെല്ലാം മായാകാര്യങ്ങളാണ്, ഇല്ലാത്തതാണ്. ഇല്ലാത്തതിനെ ഇല്ലാത്തതെന്ന് അംഗീകരിച്ചാൽ തീർന്നു. ഇല്ലാത്തതിനെ ഇല്ലാത്തതെന്ന് അംഗീകരിക്കാതെ അതിനെ ഇതാക്കി വെച്ചോണ്ടിരിക്കുന്നതുകൊണ്ടാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. പണ്ടില്ല ഒരു സ്വാമി പണ്ട് അദ്ദേഹം സന്യാസം കൊടുത്തോണ്ടിരിക്കുകയായിരുന്നല്ലോ ഒരു കാലത്ത്. സ്വാമിയുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അദ്ദേഹം ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോഴും അവിടെ അക്കോമഡേറ്റ് ചെയ്യും. പലരും വരും. അങ്ങനെ ഒരു വിദ്വാൻ ഒരിക്കൽ വന്നു, ബ്രാഹ്മണനാണ്. അതുപോലെ സ്വാമി എനിക്ക് അടിയിൽ സന്യസിക്കണമെന്ന് പറഞ്ഞു. സ്വാമി പറഞ്ഞു, ഞാനെന്താ എവിടുന്നാ വരവ് പറഞ്ഞ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ എങ്ങനെയുണ്ട് കുടുംബവും കാര്യങ്ങളൊക്കെ? അത് ഞാൻ പിന്നെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, അങ്ങനെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, എല്ലാം വിട്ടുള്ളൂ താനെന്ന് ചോദിച്ചു. അതാണ് അടുത്ത 3ാമത്തെ ചോദ്യം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊരു ശങ്കയിൽ അദ്ദേഹം പറഞ്ഞു, സ്വാമി അല്പം കൂടെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഇനി അങ്ങ് കാലം കൊണ്ടൊക്കെ മാറിക്കോളും. അപ്പോൾ ഒരു സ്വാമിയെ അല്ലല്ല പൊയ്ക്കോ എല്ലാം വിട്ടിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. വീണ്ടും പറഞ്ഞു. ഈ യുദ്ധം പോയി കുറെ കഴിഞ്ഞപ്പോൾ ആലോചിച്ചു, കഷ്ടമായി പോയി. ഇതിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആഹാരം നടക്കും, പിന്നെ അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചില ഉന്നതന്മാരുണ്ട് ഈ സ്വാമിമാരുടെ ഇടയിൽ. അപ്പോൾ അവരുമായിട്ടൊക്കെ ചില പിന്നെ ഇതൊക്കെ ഉണ്ടാവും, ചില ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വിചാരിച്ചൊക്കെയാണ് വന്നിരിക്കുന്നത്. സ്വാമി പറഞ്ഞപ്പോൾ 2ാമത് പോയിട്ട് അയാൾ ആലോചിച്ചു, കഷ്ടമായി പോയി, വിട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ, അതിപ്പോൾ സ്വാമി അറിയാൻ പോകണമെന്നൊക്കെ തോന്നി. അങ്ങനെ 1 മാസം കഴിഞ്ഞ് വീണ്ടും ഈ വിദ്വാൻ വന്നു. എന്നിട്ട് സ്വാമി പറഞ്ഞു, താൻ വന്നോ, താൻ എല്ലാം പിന്നെ വിട്ടോളൂ എന്ന് ചോദിച്ചു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, വിട്ടു സ്വാമി എന്ന് പറഞ്ഞു. വിട്ടു കള്ളവണ് പറഞ്ഞു. എന്നാ വാന്ന് പറഞ്ഞു. നേരെ കൊണ്ടുവന്ന് സ്വാമി ഒരു തെങ്ങിൽ കയറ്റി പറഞ്ഞു, എല്ലാം വിട്ടല്ലോ, എല്ലാം ഉപേക്ഷിച്ചല്ലോ, എന്നാ വാ പറഞ്ഞു. ഒരു തെങ്ങ് കാണിച്ചിട്ടുണ്ട്, നേരെ മണ്ടേ കയറാൻ പറഞ്ഞു. പിന്നെ ഗുരു പറയണ അത്രയും കേട്ടോണം. ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് തിരുവായ്ക്ക് എതിർവായില്ല, എന്ത് പറഞ്ഞാലും കേട്ടോണം. അങ്ങനെ ഇതോ പരിചടിച്ച് കയറി, തെങ്ങി കയറിയത് പഠിച്ചിട്ടുള്ള ആളല്ല. നെഞ്ചൊക്കെ ഒരഞ്ഞ് ഞങ്ങൾ കയറി മുകളിൽ ചെന്നു. ചെന്നപ്പോൾ തോന്നി പറഞ്ഞു, ആ വടക്കോട്ട് കിടക്കുന്ന ഓല കണ്ടോളൂ, അത് പിടിയിടോന്നു. അത് പിടിച്ചു. എന്നിട്ട് ഇനിയിപ്പോ താൻ ആ കാലൊക്കെ വിട്ടേക്കാൻ പറഞ്ഞു. അവസാനം ഇയാൾ കാല് വിട്ടു. രണ്ട് സ്വാമി പറഞ്ഞ് എല്ലാം കേൾക്കണമല്ലോ. അപ്പൊ ഇയാൾ ഓലയിൽ മാത്രമായിട്ട് തൂങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. താഴെയാണെങ്കിലും ഒരുപാട് താഴ്ചയുണ്ട്.
സ്വാമി ചോദിച്ചിട്ട് താന് ഓലെ പിടിച്ചിരിക്കണോ ആ ഓല തന്നെ പിടിച്ചിരിക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ അടിയൻ ഓലെ പിടിച്ചിരിക്കുന്നത് സ്വാമി എന്ന് പറഞ്ഞു. വിടണോ എന്ന് പറഞ്ഞു. പരം ചെയ്തു അയാൾ വിട്ടു. തൊപ്പോന്ന് പറഞ്ഞ് താഴെ വിട്ടു. താഴെ വീടെന്ന് പറയുമ്പോ പേടിക്കണ്ട, അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു, ആ കുളത്തിലാണ് വീട്. ഇയാളെ അടിയിൽ പോയി. അപ്പൊ സ്വാമിയുടെ ഈ വിക്രിയകളെല്ലാം ഇതെല്ലാം കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പറ്റം ശിഷ്യന്മാര് ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, അന്താളിച്ച് നിൽക്കുകയാണ്. അവര് മനസ്സിൽ പറയുന്നുണ്ട്, അയ്യോ ഈ സ്വാമി എന്ത് ക്രൂരതയാണ് കാണിക്കുന്നത്. അയാൾ ഈ തെങ്ങി പിടിച്ച് കയറ്റി എന്നിട്ട് അയാൾ ഇതാ തള്ളിയിട്ടു തറയിട്ടു. കഷ്ടമുണ്ട് സ്വാമി എന്നൊക്കെ പറഞ്ഞ് ഈ വെള്ളത്തിൽ വീണ ആളുടെ പിന്നെ കാണാനുമില്ല. അങ്ങനെ അവര് സ്വാമിയുടെ അടുത്ത് ചെന്ന് സ്വാമി ഇങ്ങനെയാണ് അങ്ങനെയാണ്. അവരുമ്പേ സ്വാമി സമാധിയിൽ നെടുകോട്ട് സമാധിയിലേക്ക് പോയി. കുറേ കഴിഞ്ഞതിന് ശേഷം കുളത്തുനിന്ന് ഒരാൾ കയറി വന്ന് നേരെ വന്ന് സ്വാമി ദീർഘ നമസ്കാരം ചെയ്തിട്ട് പറഞ്ഞു, അങ്ങ് ഈ കുളത്തിനടിയിലുണ്ടായിരുന്നു, എനിക്ക് ഉപദേശിച്ചു, അങ്ങ് എന്നെ ഉപദേശിച്ചു. അയാൾക്ക് അത്ഭുതർശകരം വന്നു. ഇതിന്റെ അടിയില് സ്വാമി ഉണ്ടായിരുന്നു. പറഞ്ഞ് മനസ്സിലായ വിട്ടാലുള്ള ഗുണം പറയണം. ആ വിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഓലയാണോ തന്നെ പിടിച്ചിരിക്കുന്നത്, താനാണോ ഓലയെ പിടിച്ചിരിക്കുന്നത്, ഒറ്റ ചോദ്യത്തോട് കൂടി തീർന്നു കഴിഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, ഞാനാണ് ഓലയെ പിടിച്ചിരിക്കുന്ന സ്വാമി, അത് വിടണോ എന്ന് പറഞ്ഞു വിട്ടു. ഇതുപോലെയുള്ള വിടലിനെയാണ് സന്യാസം എന്നൊക്കെ പറഞ്ഞത്. മനസ്സിലായില്ലേ? അത് പൂർണ്ണമാണെങ്കിൽ അവിടെ ആ ഗുരുവിന്റെ ഉപദേശം എത്രയോ അനുഭവം. പുരാണത്തിൽ അത്ര ഇത് തന്നെയാണ് പറഞ്ഞത്. മഹാബലി എല്ലാം കൊടുത്ത അവസാനം പിന്നെയും പറഞ്ഞു, എനിക്കിനി 3 പറഞ്ഞിട്ട് ഇനി 2 തന്നോളൂ, ഇനി ഒന്നുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഇനിയിപ്പോ എന്റെ പ്രാണനേ ഉള്ളൂ, അല്ലേ, തല കാണിച്ചു കൊടുത്തു, ചവിട്ടി അതുകൊണ്ട് തന്നെ എടുത്തോളാം, അല്ലേ. കഥയാണ് ഞാൻ പറയുന്നത്, ഇതിന്റെ അർത്ഥം പറയണം കേട്ടോ. അതും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മഹാവിജ്ഞാനം. ആ സങ്കീർണമായ ആ ഒരു ജംഗ്ഷനാണ് ഇതിന് നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും പേടി മരണത്തെ. നമ്മൾ വിചാരം ഇങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ ആഹാരം കഴിക്കാതെ ഇരുന്ന് മരിച്ചു പോകുന്നൊക്കെയാണ്, അല്ലേ. ഈ ഒരു സംഭവമാണ് മനുഷ്യരെല്ലാം ഈ രൂപത്തിൽ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് പറഞ്ഞു, ആ മരണത്തെ പോലും പിന്നെ തൃണവ് ഗണിച്ച് നിൽക്കുന്ന ഒരു ജീവനാണ് ഇത്. മാത്രമേ ഈ പറയുന്ന മുക്തിയിലേക്കുള്ള പ്രയാണം തുറന്നിട്ടുള്ളൂ. അതുവരയ്ക്കും ഇയാൾ വീണ്ടും ഇയാളുടെ മനസ്സിന്റെ സങ്കല്പത്തിനനുസരിച്ച് ശരീരങ്ങളെ സ്വീകരിച്ചു വന്നും പോയി നിൽക്കും. ശരീരത്തിന്റെ സങ്കല്പം എന്തിനാണ് പ്രശ്നം? ആ സങ്കല്പം ഒരു പുഴുവിലിരുന്നാണ് അനുഭവിക്കേണ്ടതാണെങ്കിൽ പുഴുവായിട്ട് വരും, ഒരു പട്ടിയിലിരുന്നാണെങ്കിൽ പട്ടിയായിട്ട് വരും. ഇങ്ങനെ ഒരു വ്യവസ്ഥയില്ലാത്ത ജന്മങ്ങളിലുണ്ടാവും. അതാണ് കഥ. മനുഷ്യരുമായിട്ട് വരണമെന്നൊന്നുമില്ല. അതാണ് ജഡഭരതന്റെ കഥ. ജഡഭരതന്റെ പറ്റി കഥ കേട്ടിട്ടില്ലേ? അദ്ദേഹം ഒരു വലിയ ജ്ഞാനിയാണ്. അദ്ദേഹം ഇങ്ങനെ ധ്യാനത്തിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞു വരവെയാണ് ഒരു മാന അവിടെ വന്ന് എതിർച്ചയാ വരികയും അവിടെ പ്രസവിക്കുകയും ചെയ്തു. ആ മാന പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അത് തള്ളമാൻ മരിച്ചു. ഇത് കണ്ടുകൊണ്ടിരുന്ന ആ ഒരു മുനി കഷ്ടമായി പോയെന്ന് ആദ്യം തോന്നി. അത് തന്നെ തെറ്റാണ്, നിങ്ങളുടെ ഭാഷയിൽ തെറ്റാണ്. ഉടനെ തന്നെ അതിനെ പോയി എടുത്തുകൊണ്ട് വന്നു, അതിന് പരിരക്ഷകൾ കൊടുത്തു, പിന്നെ അതിന് പാല് കൊടുത്തു, വളർത്തി, എന്തൊക്കെ കൊടുത്തു വളർത്തി. അത് പൂർണ്ണമായില്ല, കുറച്ച് വളർത്തി എത്തിയപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ശരീരം വിടാനുള്ള സമയമായി. ഈ സമയത്ത് അദ്ദേഹത്തിന് തോന്നിയതാണ്, കഷ്ടം, ഈ മാനിനെ ആര് നോക്കും, ഇതിന്റെ കാര്യം കഷ്ടത്തിലായല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് ജീവൻ പോയി. അതോടുകൂടി മാനായിട്ട് ജനിച്ചു. ഇവിടെ മാനായിട്ട് ജനിച്ചു. ഇങ്ങനെ കണ്ടില്ലേ, ഒരു ചെറിയ സങ്കല്പം, ചെറിയ ഒരു നിമിഷം, ഇത്രയും കാലം ചെയ്ത അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ഒരു മന്ത്രവും അതിന്റെ അനുഷ്ഠാനവും നിസ്സാരമായിക്കൊണ്ട് ഒരു നിമിഷം ജപിച്ചതിൽ ഫലസിദ്ധി. അതുകൊണ്ട് നമ്മൾ പറഞ്ഞതെന്ന് ഇതാണ്, ഇത് സദാ ജപിച്ചുകൊണ്ടിരിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ ഈ മരണ സമയത്ത്, അതായത് പ്രാണൻ പോകുന്ന സമയത്ത്
വേറെ ഒരു ചിന്തയും കടക്കാതെ ഇത് മാത്രമായിട്ടുള്ള ഒരു നിലയേർപ്പെടും. ഇതാണ് നമുക്ക് ഒത്തരി. അതിലെ അജാമിളനെ പറ്റി പറഞ്ഞ കേട്ടില്ലേ? അജാമിളൻ തന്റെ ഏറ്റവും ഇളയ പുത്രൻ അല്ലേക്കുറാണ് നാരായണൻ എന്ന് പേരിട്ടു. അറിഞ്ഞോണ്ടെന്നല്ല, നാരായണൻ എന്ന് അദ്ദേഹത്തിന് ഇഷ്ടമൊന്നുമല്ല, പക്ഷെ എന്തോ അങ്ങ് ഇട്ടു. അവസാനം ഇയാള് ആണെങ്കിൽ ഒരു ധർമ്മം ചെയ്യാതെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നാരായണ നാരായണ എന്ന് വിളിക്കും. ഇത് കൊച്ചിനെ വിളിക്കുന്നതാണ്. അങ്ങനെ മരണസമയമായി മരണത്തിലേക്ക് അടുത്തുടനെ കാലനും യമദൂതന്മാരൊക്കെ വരുമെന്ന് അവരൊക്കെ വന്ന് നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് മുമ്പ് നാരായണ വിളിച്ച് കിടുങ്ങിപ്പോയതാണോ കാലകിങ്കരന്മാരെ, യമകിങ്കരന്മാര് കിടുങ്ങിപ്പോയത്. അവർക്ക് എടുക്കാൻ നിർവാഹമില്ല. ഈ ജീവനെ കൊണ്ടുപോകാനുള്ള അവകാശം ഇവർക്കില്ല. ഇവർക്ക് കൺഫ്യൂഷനായി എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവസാനം ഇവര് പോയി വൈകുണ്ഠത്തിൽ ചെന്നു. ആരാണെന്ന് വിളിച്ചു. നമുക്ക് അവരെ കൊണ്ട് അവർ ജീവൻ എടുക്കാനുള്ള അവകാശമില്ല എന്നുള്ളത് മനസ്സിലായ. അത്രയ്ക്കും അവസാന സമയത്ത് അങ്ങനെ ഒരു ചെറിയ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജീവിതം മുഴുവൻ നാരായണ 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 എന്ന് ജപിക്കേണ്ടത്. മനസ്സിലായില്ലോ? ഇവിടെയാണ് നമുക്ക് വിധി നിശ്ചയിക്കുന്ന സ്ഥലമാണത്. അതുകൊണ്ട് ഈ തപസ്സിലും ഇതിലും ഒട്ടൊക്കെ കഴിയുന്നവരെ സംബന്ധിച്ച് അവിടെ തപസ്സാണ്, അവിടെ ജ്ഞാനം ഉണ്ടാവും. ജ്ഞാനികളെ സംബന്ധിച്ച് അവിടെ ജ്ഞാനം ഉണ്ടാവും. ഈ നിഷ്ഠയിൽ കഴിയുന്നവർക്ക് ജ്ഞാനം ഉണ്ടാവും. ഇതിനാണ് നമ്മൾ ഈ ജീവിതത്തിൽ ഇതിനെ ഒരു പ്രധാന കാര്യമായിട്ട് എടുത്ത് പ്രവർത്തിക്കേണ്ടത്. ഇതാണ് നമ്മൾ വായിച്ചതാണ്. വടനൂർ വല്ലവർകൾ ചൊല്ലും വാചകപ്പൊരുൾ ചേരാമൽ ഇടരാകൽ പൊരുളാം വണ്ണം ഇലക്കണை ഉരയാൽ ചൊല്ലുവാർ തിടമാന അതും മുണ്ടാ ചെപ്പുവാൻ വിട്ടതെന്റും വിടലില്ലാത്തതെന്റും വിട്ടുവിടാത്തതെന്റും പേരാമേ. പേപ്പർ മറിഞ്ഞില്ല, വായിച്ചതല്ല. കടനീരിൽ മയക്കുവരും. അതെ, ഇത് കഴിഞ്ഞതിന് ശേഷം അനുഭവാനന്ദ വെള്ളത്തഴുകിയെ അഖണ്ഡമാകി തനികരണങ്ങളാദി സകലവും നിറந்து ചിത്തായി മനത് പൂരണമായി തേകമാന സദ്ഗുരുവും കാണമ നനവിനിൽ ചുഴുത്തിയാകി നന്മകൻ ചുഭാവമാന. ഇത് 84-ാമത്തെ പദ്യം. അനുഭവാനന്ദ വെള്ളത്തഴുകിയെ അഖണ്ഡമാകി തനികരണങ്ങളാദി സകലവും നിറந்து ചിത്തായി മനത് പൂരണമായി തേകമാനതോ സദ്ഗുരുവും കാണാ നനവിനിൽ ചുഴുത്തിയാകി നന്മകൻ സ്വഭാവം. നല്ലൊരു പയ്യനായി, നല്ലൊരാളായി. ഇങ്ങനെ വെച്ചാൽ അനുഭൂതി രൂപമായ ബ്രഹ്മാനന്ദ സമുദ്രത്തിൽ മുഴുകി. ഇനി ആനന്ദത്തെ പറ്റി ഒരു വിവക്ഷ വേദം പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം സുഖവും ദുഃഖവും. പക്ഷെ സുഖവും ദുഃഖവും നീന്തുന്നിടത്ത് ആനന്ദവും. സുഖവും ദുഃഖവും ആനന്ദത്തിന്റെ രണ്ട് പ്രൊജക്ഷൻസാണ്, സമമായിരിക്കുന്നതാണ്. ഈ ആനന്ദമാണ് നമ്മുടെ നമ്മുടെ റിയൽ നേച്ചർ എന്നാണ്. ഈ ആനന്ദത്തെ ഭംഗപ്പെടുത്തുന്ന രൂപത്തിലാണ് വൈകാരികമായി ഇതിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാവുന്നത്. ഇതില്ലെങ്കിൽ നിർവിശേഷ ആനന്ദം. ഈ ആനന്ദത്തിന് ഒരു വേറെ പേര് പദം മഹത്തുക്കൾ പറയുന്നത് പിന്നെ നിർവിശേഷാനന്ദം. ഒരു വിശേഷവും ഇല്ലാത്ത ഒരാനന്ദം. മറ്റേതെല്ലാം സുഖദുഃഖങ്ങളെല്ലാം വിശേഷമുള്ളതാണ്. അതിൽ വലിയ സുഖം, അത്ര വലുതല്ലാത്ത സുഖം, ചെറിയ സുഖം, ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട് സുഖത്തിന്, അല്ലേ? ആനന്ദത്തിൽ താരതമ്യമില്ല. ആനന്ദം എന്ന് പറയുന്നത് വലുതുമല്ല ചെറുതുമല്ല. ഇത് അതിന് ഒരൊറ്റ ഒരു നില. ഇതാണ് നമ്മുടെ റിയൽ നേച്ചർ. മൊത്തത്തിൽ പറയുന്നു. ഈ ആനന്ദത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. സുഷുപ്തി പ്രകടമായി ഈ ആനന്ദം അനുഭവത്തിൽ ഉണ്ട്. അതാണ് ബ്രഹ്മാനന്ദം. ബ്രഹ്മാനന്ദം പരമസുഹൃതം കേവലം ജ്ഞാനമൂർത്തി വിശ്വാതീതം ഗഗന സദൃശ്യം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും ത്വം നമാമി.
ഇതാണ് ഈ ബ്രഹ്മാനന്ദത്തിലാണ് നമ്മൾ വാസ്തവത്തിൽ നമ്മൾ ആ ബ്രഹ്മാനന്ദമായിരിക്കുന്നത് ആണ് വാസ്തവത്തിൽ നാം. ഇതിലാണ് നമുക്ക് ആ സുഹൃത്തുക്കങ്ങൾ ഉണ്ടാക്കി നമ്മൾ കളിച്ച് എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ വിസ്മൃതിയിലേക്ക് കൊണ്ടുപോയത്. നമ്മുടെ ഭക്തികളുടെ മുഖം കണ്ടാറില്ല, അവർക്ക് ഒരു ദുഃഖവുമില്ല, ഒരു സുഖവുമില്ല, എപ്പോഴും ആനന്ദത്തിലായിരിക്കും. അതിൽ ഈ ഫ്ലക്ച്വേഷൻസ് ഇല്ല. സുഖദുഃഖങ്ങൾക്ക് ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. മുഖം കണ്ടാൽ അറിയാം അല്ലേ? സുഖം വന്നു ദുഃഖം വന്നു ഉടനെ തന്നെ പ്രകടമാണ് മുഖത്ത്. ആനന്ദത്തിലെ ഒന്നും ഒരു പ്രകടഭാവമല്ലേ, ഒരേ കണക്കുള്ള ആ ഒരു ഇരിപ്പ് നമുക്ക് കാണാം. ധ്യാനസ്വാമിയിലൊക്കെ പല സ്വാമിമാരിലൊക്കെ കാണാം. നമ്മുടെ ചിപ്രാസന സ്വാമി ഉണ്ടാകും. ആ ഒരു ഇരിപ്പാണ് എപ്പോഴും. ഈ ചിരി ഉണ്ടത് ഇവർക്ക് വേറെ ഒരു ഭാവം ഇല്ല, ഒരേ ഭാവം. മോനെ ആര് വന്നാലും പറയും മോനെ ആഹാരം കഴിച്ചു. കാരണം മൗര്യന്മാർക്ക് രണ്ട് കാര്യമല്ലേ ഉള്ളൂ, ആഹാരം കിടക്കാൻ നല്ല കിടക്കാൻ. റൂം കിട്ടിയോ, ഇതെല്ലാം നല്ലപോലെ ഉറങ്ങിയോ മോനെ, ഇതൊക്കെയാണ് ചോദ്യമാണ്. അവർക്ക് വേറെ ചോദിച്ച് അവരെ ഒന്നും ഉണർത്താൻ പറ്റുന്നുമില്ല. വന്നുടനെ തന്നെ അവരെ വിളിച്ചു കൊണ്ടുപോയി എന്ത് കാര്യമായിട്ട് ഇതാക്കുമെന്ന് അറിയാം. ഞാൻ കണ്ടിട്ടുണ്ട് ഈ സമയം, നമ്മളെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കൊച്ചില്. അതാണ് ചിത്രപ്രകാശാനന്ദ ഗുരുദേവൻ. ഇതുപോലെയാണ് ഓരോ വലിയ ദിവ്യന്മാരെല്ലാം ഇതേ കണക്കാണ് കാണാൻ സാധിക്കുന്നത്. അവര് സുഖവും ദുഃഖവും അവർക്ക് വിട്ടുകളഞ്ഞു. എന്നിട്ട് അവര് ആ റിയലായിട്ടുള്ള ആനന്ദത്തിൽ അങ്ങനെ ഇരിക്കാൻ പഠിച്ചു. സുഖവും ദുഃഖവും വെച്ചിട്ട് ആനന്ദത്തിലാണ് താൻ ഇരിക്കുന്നത് എപ്പോഴും. അപ്പോൾ പറയണം, അനുഭവാനന്ദ അഴിഞ്ഞിയ അഖണ്ഡമാകി അനുഭൂതി രൂപമായ ബ്രഹ്മാനന്ദ സമുദ്രത്തിൽ മുഴുകി അഖണ്ഡമാകി ഭേദരഹിതമായി. ഇതാണ് ദ്വന്ദ്വവൃത്തികളെല്ലാം പോയി, രണ്ടാം നിരുന്ന വൃത്തികളെല്ലാം പോയി. ദേഹേന്ദ്രിയം മുതലായ സകലം ഇറന്ന് ചിത്ത് മാത്രമായി. ഈ ദേഹാദികളായിരിക്കുന്ന ഈ ഉപാധികളെല്ലാം വിട്ട് കേവലം ഇതിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന അല്ലെങ്കിൽ ആ ചൈതന്യമായിരിക്കുന്ന ചിത്തായിട്ട് കണ്ടു, ചിത്സ്വരൂപമായിട്ട് കണ്ടു. മനസ്സ് പൂരണമായി. മനസ്സെന്ന് പറയുന്ന ഇതിനകത്തൊരു ചെറിയ ഒതുക്കത്തിൽ നിന്നില്ല, അത് അഖണ്ഡമായി. അതാണ് സത്വഗുണം ഏർപ്പെട്ടെന്ന് പറയുന്നത്. ഇതിനെയാണ് സത്വഗുണം മനസ്സെന്ന് വെച്ചാൽ അഖണ്ഡ മനസ്സാണ്. അതിൽ ഈ പറഞ്ഞ ദ്വൈതമില്ല, രണ്ടെന്നില്ല. അതിൽ കാരുണ്യം, ദയ, സ്നേഹം ഇങ്ങനെ തുടങ്ങിയ ഡിവൈൻ നേച്ചറുകളുണ്ട്. നമ്മൾ തന്നെ ഉണ്ട്. നമ്മളിൽ സത്വഗുണം ആയിക്കഴിഞ്ഞാൽ അതാണ് നമ്മൾ സത്വഗുണം ആവുന്നവരെയാണ് ജ്ഞാനികളായിട്ട്. ആ ജ്ഞാനികൾക്ക് ആരോടും ഒരു പക്ഷപാതമില്ലാത്ത സ്നേഹവും ഉന്മിതിയില്ലാത്ത രൂപത്തിലുള്ള ഇടപെടലുകളുണ്ട്. മുൻവിധിയോടുകൂടിയല്ലേ നമ്മൾ ഇടപെടും. നോക്കിയാണെ പ്രശ്നം പണ്ട് ഇന്നലെ തന്നെ ചീത്ത പറഞ്ഞ ആളാണ് മനസ്സിലായി. ഇതേ വേണ്ട, ഇന്നലെ എനിക്ക് കുറച്ച് പൈസ തന്ന ആളാണ്. ഏതെങ്കിലും രൂപത്തിൽ മുൻവിധിയാണ് നിങ്ങൾ പിന്നീട് നിങ്ങളുടെ ഉള്ളിൽ എനിക്ക് അറിയിക്കുന്നത്, നിങ്ങളെ അറിയിക്കുന്നത് തന്നെ. ഇവർക്ക് അങ്ങനെയില്ല, പിന്നെ എങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ അവർ സാക്ഷാത് താനായിട്ട് തന്നെ കാണും. താൻ തന്നെയാണ് മുമ്പേ നിൽക്കുന്നത്. അതിലൊരു കണ്ണാടി എടുത്ത് വെച്ചിട്ട് സ്വാമി കാണിച്ചത്. ഇതെല്ലാം ആ പ്രതിഫലിച്ചിരിക്കുന്നത് താൻ തന്നെയാണ്. സർവത്ര തന്മയമായിട്ട് എല്ലാത്തിനെയും അറിയുന്ന ഒരു സ്വഭാവമാണ് ജ്ഞാനികൾക്കുള്ളത് കേട്ടോ. അപ്പൊ ചിത്തായി എല്ലാ നാമരൂപങ്ങളും ഒഴിഞ്ഞു. എങ്ങനെയെന്ന് വെച്ചാൽ ജലത്തിലിട്ട ലവണം പോലെ ചിത്രൂപമായി മനസ്സ് പൂരണമായി. ജലത്തിലിട്ട ലവണം എന്ന് പറഞ്ഞാൽ നമ്മള് രാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഉപ്പുപാവയെ സമുദ്രത്തിന്റെ ആഴം അളക്കാൻ വിട്ടാൽ അതെന്തായിരിക്കും ഉപ്പുപാവയുടെ സ്ഥിതി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞു, ഉപ്പുപാവ ഈ ആഴം അളക്കുന്നതോടൊപ്പം ഉപ്പുപാവ ഇല്ലാതായി. അല്ലേ? ഇതുപോലെയാണ്. അപ്പൊ എവിടെ സമുദ്രത്തിലിട്ട ലവണം പോലെയായി. അതാണ് അതിന്റെ അർത്ഥമാണ് ഇവിടെ കൊള്ളിച്ചിരിക്കുന്നത്. ജലത്തിലിട്ടതുപോലെ ചിത്രൂപമായി, അതായത് സർവത്ര പരിപൂർണമായിട്ട് അത് വ്യാപിച്ചു. എല്ലാം കൂടെ ചേർന്നായി അത് ഒന്നായി എന്നർത്ഥം. മനസ്സ് പൂരണമായി ഏകമാന തിരുവുരുളായ സത്കുരുവും കാണാം.
സദ്ഗുരുവിനും കാണാനില്ല. പിന്നെ മുമ്പേ ഇരുന്ന് സദ്ഗുരുവിനെയും കാണാനില്ല. ഇത് എല്ലാം തന്മയമായി. താൻ തന്നെയെന്ന് പറഞ്ഞാൽ അതിൽ വേറൊരു ഐഡന്റിറ്റി പറയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടാണ് എല്ലാം താനായി വന്നു കഴിഞ്ഞാൽ അന്യമായിട്ട് ഒന്നുമില്ല. സദ്ഗുരു പോലും അന്യമായിട്ട് ഇരുന്നതാണ്. മുമ്പ് ഇരുന്ന് ഉപദേശിച്ചുകൊണ്ടിരുന്ന ആളാണ് സദ്ഗുരു. കഥ പറഞ്ഞിട്ടുണ്ട്. ചിത്രാനന്ദ സ്വാമി ഇവിടെ അടുത്ത് ചിന്മാന സ്വാമിയുടെ ഉപദേശം വാങ്ങിയിട്ട് അങ്ങനെ ഇരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാമി പറയുന്നത് മുമ്പ് ഇരുന്ന ആളിനെ കാണാനില്ല. അവിടെ എത്രയോ പേര് നോക്കിക്കൊണ്ടുവന്നു, അവരൊന്നുമില്ല. എല്ലാം അഴിഞ്ഞ് താൻ മാത്രമായ ഒരു ഇതാണ് നിർവേൽപ്പ സമാധി. അങ്ങനെ ഇതത് പതുക്കെ അത് ഉണർന്ന കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ്. എവിടെയോ ദൂരെ നിന്ന് ആരോ ചിരിക്കുന്ന പോലെയൊക്കെ തോന്നിയത്. ദൂരെ ചിരിക്കുന്ന പോലെ കേട്ടു. പതുക്കെ ഉണർന്ന് അതാണ് മനസ്സ് ഇതിൽ വിടർന്ന് വരെയാണ്. വന്നപ്പോഴും തൊട്ടടുത്ത് സ്വാമി ഇരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഇതെല്ലാം വാസ്തവത്തിൽ ഇങ്ങനെയാണ് അനുഭവം. അതായത് മുമ്പ് ഇരുന്ന സദ്ഗുരുവിനും കാണാം, തിരുഗുരുവായി സദ്ഗുരുവും കാണാം. സദ്ഗുരുവും തൃക്കണ്ണാൽ പാർത്തരുളുന്നതിന് ധനുവിനിൽ ചുഴുത്തിയാകി ജാഗ്രതയിൽ സുഷുപ്തിയുള്ളവനായി നന്മകൻ സ്വഭാവമാണ്. ജാഗ്രത അവസ്ഥയിൽ തന്നെ സുഷുപ്തി വരും. ജാഗ്രത അവസ്ഥയിലുള്ള സുഷുപ്തിയാണ് നമ്മൾ പറഞ്ഞ സമാധി. സുഷുപ്തിയിൽ എന്തിനാണ് വിശേഷം എന്ന് ചോദിച്ചാൽ മനസ്സില്ല. പക്ഷെ അവിടെ മനസ്സ് ലയിച്ചു പോവുകയാണ് ചെയ്യുന്നത്. മനസ്സ് ലയിച്ചു പോയപ്പോൾ അവിടെ എന്താണ് അനുഭവം എന്ന് ചോദിച്ചാൽ ഇതിന് സാക്ഷിയായിരുന്ന ആൾ മാത്രമുണ്ട്. ബാക്കി എല്ലാം ലയിച്ചു പോയതുകൊണ്ട് അവിടെ ഒന്നുമില്ല. അതുകൊണ്ടാണ് വിഷയമായിട്ട് ഒന്നുമില്ലാത്തതിനെയാണ് അവർ പറഞ്ഞ് ശൂന്യമായിട്ട്. എല്ലാം ശൂന്യമാണ്. അവിടെ ഒരു ശൂന്യമാണ് സാക്ഷിക്ക് വിഷയമായിരുന്നത്. സാക്ഷി ഒരിക്കലും മാറുന്നില്ലല്ലോ. ഇതിനെ അറിയുന്ന ആ അറിവ് ഒരിക്കലും മാറ്റമില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഇതിൽ അസ്തമിച്ചു പോയത് എന്താണ്? ആ മനോവൃത്തികൾ ഇല്ലാതായിപ്പോയി. മനോവൃത്തികൾ ഇല്ലെങ്കിൽ വിഷയങ്ങളൊന്നും പ്രകാശിക്കാതെ. വിഷയങ്ങളെ പ്രകാശിപ്പിച്ചിരുന്ന മനോവൃത്തികളാണ്. ഇതില്ലേ ആ വിഷയാകാര വൃത്തി ഞാനോ ഇല്ലാതായി പോയെന്ന്. അങ്ങനെ കുറച്ചു നേരം നിന്നപ്പോഴാണ് ആ ശൂന്യമാണ് കണ്ടത്. അതാണ് സുഷുപ്തിയിൽ എല്ലാവർക്കും ഒരു ശൂന്യതയാണ്. ഇതിന്റെ അറിവെന്ന് പറയുന്നത് വിഷയം എന്ന് പറഞ്ഞ ശൂന്യം. അതും പോയി, എല്ലാം പോയി. നനവിനിൽ ചുഴുത്തിയാകി ഈ ജാഗ്രതയിൽ തന്നെ സുഷുപ്തി നില ഉണ്ടാക്കി നന്മകൻ സ്വഭാവമാണ്. വിക്രമ ജാഗ്രതയിൽ സുഷുപ്തി ഉണ്ടാക്കാനുള്ള വിദ്യ അറിയാമോ? മനസ്സില്ലാതായതാണല്ലോ സുഷുപ്തി, അല്ലേ? മനസ്സുള്ളതാണല്ലോ ജാഗ്രത. ജാഗ്രതയിൽ മനസ്സില്ലാതായാൽ മതി. അതിനെയാണ് ഞാനും ഉദ്ദേശിച്ചത്. മനസ്സിനെ ഇല്ലാതെ മനസ്സെന്ന വൃത്തികളെയാണ്, മനോവൃത്തികളെയാണ്. മനസ്സെന്ന് പറഞ്ഞ ഏതോ ഒരു സാധനം അല്ലത്. ഈ വൃത്തികളെയാണ് പറയുന്നത് മനസ്സ്. അതില്ല അന്ധക്കരണ 4 വൃത്തികളുണ്ട്. വൃത്തിഭേദത്താൽ 4. ഒന്നും മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇതിന് പ്രധാന അഹങ്കാരമാണ് ഞാനെന്നുള്ള ഭാവം. ഈ ഞാനെന്നുള്ള ഭാവത്തിനെ ആശ്രയിച്ചാണ് മറ്റേതെല്ലാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞു, വേറൊരു ഉപായം അവർ പറഞ്ഞു, ഈ അഹങ്കാരിയെ നശിപ്പിച്ച് കളഞ്ഞാൽ മതി. ഇത് ആനന്ദ ഭാവം, അത് തോന്നായിക വേണം എന്നൊക്കെ എഴുത്തച്ഛനൊക്കെ പാടിയിരിക്കുന്ന ഇതിനെയാണ്. അങ്ങനെ തോന്നുന്നതാണ് എല്ലാ അനർത്ഥങ്ങൾക്കും കാരണമായി വരുന്നത്. ഞാനെന്ന് പറയുമ്പോൾ ഞാൻ ചന്ദ്രൻ, അല്ലെങ്കിൽ ഞാൻ പ്രസന്ന. പിന്നെ എന്തിനാണ്? പിന്നെ ജാതി വരുന്നത്, പിന്നീട് കുടുംബം വരും. ഞാൻ ഇന്ന തറവാട്ടിലെ തിരിച്ചാണ്. അങ്ങനെ എത്രയോ കാര്യങ്ങളെ വെച്ചുകൊണ്ട് വരും. ഞാനിതിൽ ഫോമായിരിക്കുകയാണ്. ഇതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഈ അഹങ്കാരത്തിനെയാണ് ഇല്ലാതാക്കിയത്. സ്വാമി പറഞ്ഞ് ഞാനെ പരിശോധിക്കാൻ പറഞ്ഞു. രമണ ഭഗവാൻ അതിനാണ് പറഞ്ഞത്, അല്ലാതെ ആത്മാവിനെ അറിയിക്കാനല്ല പറഞ്ഞു. ഇതിനെ പരിശോധിക്കുക. ഇതിന്റെ ഇല്ലായ്മ, ഇത് കഥയില്ലാത്തതാണെന്ന് അറിയുന്നത് തന്നെ തന്റെ സ്വരൂപം. ഇതിനെ പരിശോധിച്ച് ചെന്നാൽ ഇതിനെ കാണാൻ കിട്ടില്ല. കാര്യം എന്താണ്? അങ്ങനെ ഒരാളില്ല, വെറുതെ ഒരു ഭാവം മാത്രമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പലതും. ഒരുപാട് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി. അപ്പൊ ഇത് മനസ്സിലാക്കുക.
നല്ല ശിഷ്യനായെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്താണ്? ജലത്തിലിട്ട ലവണം പോലെ ചിത്രരൂപമായി മനസ്സ് പൂരണമായി, മനസ്സ് പരിപൂർണമായി. അതെങ്ങനെയെന്ന് വെച്ചാൽ ജാഗ്രതയിൽ സുഷുപ്തി ഉണ്ടായി. നന്മകൻ, നല്ല ശിഷ്യൻ, സ്വഭാവമാണ് തന്റെ സ്വഭാവ രൂപമായി പോയാൽ സമാധിയിൽ ഇന്ദ്രിയങ്ങൾ അതിന്റെ കാരണമായ അജ്ഞാനത്തിൽ സുഷുപ്തിയിൽ എന്ന പോലെ ലീനമാകാതെ അതതിന്റെ ഗോളങ്ങളിൽ ഇരിക്കുന്നതിനാലും, അങ്ങനെ ഇരിക്കുന്നെങ്കിലും അനുഭവരൂപമായ ബഹിർമുഖവൃത്തി അവർക്കില്ലാത്തതിനാലും സമാധി. ഇതാണ് സമാധിയുടെ ഒരു ഡെഫിനിഷനാണ് പറയുന്നത്. എങ്ങനെയാണ്? സുഷുപ്തിയിൽ എന്ന പോലെ ലീനമാകാതെ, മനസ്സ് ലീനമായി പോയ സുഷുപ്തിയായി പോകും. പക്ഷെ ഇവിടെ പറയുന്നു, സമാധിയെ പറ്റി പറയണം, മനസ്സ് സുഷുപ്തിയിൽ എന്ന പോലെ ലീനമാകാതെ, അത് ലയിച്ചു പോകാതെ അതതിന്റെ ഗോളങ്ങളിൽ ഇരിക്കുന്നതിനാലും, അങ്ങനെ ഇരിക്കുന്നെങ്കിലും വിഷയാനുഭവ രൂപമായ ബഹിർമുഖവൃത്തി അവർക്ക് ഇല്ലാത്തതിനാലും സമാധി. ഈ ജാഗ്രത സുഷുപ്തി, ഇതാണ് ജാഗ്രത സുഷുപ്തിയാകുന്നു എന്ന് കാണുക. ഓ മയ്യനേനുള്ള നിന്റെ അനന്ത ജന്മങ്ങളാണ്ട മയ്യനെ ഉപദേശിക്ക വെളിവந்த ഗുരുവേ പോറ്റി ഉയവേ മുക്തി നൽകും ഉദവിക്കോറുദവിനായേ ചെയ്യുമാറും കാണേ തിരുവടി പോറ്റി പോ.